എനിക്ക് ലാൽ സാറിൻ്റെ ഒരു പ്രത്യേക എൻ്റെ ഇഷ്ടം എന്താണ് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഏത് ടൈപ്പ് സിനിമയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് തലത്തിലുള്ള സിനിമയാണ്. അപ്പോൾ അതുപോലത്തെ യാത്രകളാണ് ഞാൻ കൂടുതലും എൻ്റെ മനസ്സിൽ ചിന്തിച്ച് പോകുന്നത്. ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ഡ്രൈവറായി എത്തി ഇന്ന് ആശീർവാദ് സിനിമാസിന്റെ അമരക്കാരനായി തിളങ്ങുന്ന ആന്റണി പെരുമ്പാവൂർ. മോഹൻലാലിന്റെ ഏറ്റവും വലിയ ആരാധകൻ ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എല്ലാവരും പറയുന്നൊരു പേര് ആന്റണി പെരുമ്പാവൂർ എന്ന് തന്നെയാകും. ആന്റണി നിർമ്മിച്ച മിക്ക സിനിമകളും മോഹൻലാലിൻ്റെതാണ്. റിലീസിനൊരുങ്ങുന്ന നേര് എന്ന ചിത്രവും ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് നിർമ്മിക്കുന്നത്. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വന്ന മാറ്റങ്ങളുടെ ഒന്നും ഭാഗമാകാൻ മോഹൻലാൽ തയ്യാറാകുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ പുതുമുഖ സംവിധായകരുടെ സിനിമകൾ അല്ലെങ്കിൽ പരീക്ഷണ സിനിമകൾ മോഹൻലാൽ ചെയ്യുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം. ഇതിൽ വലിയൊരു പങ്കും പഴി കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂരിനാണ്. മോഹൻലാലിനടുത്തേക്ക് നേരിട്ട് ഒരു കഥയുമായി സമീപിക്കാൻ പറ്റില്ല. ആന്റണി പെരുമ്പാവൂർ മുഖേനയെ മോഹൻലാലിനെ സമീപിക്കാൻ പറ്റൂ. മോഹൻലാലിന് ഇന്ന് സംഭവിച്ച വീഴ്ചകൾക്ക് ഇതൊരു കാരണമാണെന്ന അഭിപ്രായമാണ് ഒരു പക്ഷം ഉയർത്തുന്നത്. ഈ അവസരത്തിൽ മോഹൻലാൽ സിനിമകൾ ഒരുക്കുമ്പോൾ പ്രേക്ഷകൻ, നിർമ്മാതാവ്, ലാൽ ഫാൻ എന്നീ നിലയിൽ താൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ആന്റണി പെരുമ്പാവൂർ. നേരെ എന്ന സിനിമയുടെ പ്രൊമോഷൻ വീഡിയോയിലാണ് ആന്റണി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ലാൽ സാർ ഒരു വലിയ ഇമേജ് അല്ലെങ്കിൽ ഒരു വലിയ ബിംബം പോലെ ആന്റണിയുടെ മനസ്സിലുണ്ടെന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ മോഹൻലാൽ സാറിന്റെ സിനിമകൾ നിർമ്മിക്കുകയും അതിനു മുൻപ് ഒരുപാട് സിനിമകൾ കാണുകയും ചെയ്തു വരുന്ന സമയത്ത് തനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം എന്ത് എന്നത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജിത്തു ജോസഫുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷം ജിത്തു ഒരു കഥയുടെ ഒരു വരി പറയുമ്പോൾ അത് തന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുമെന്നും ദൃശ്യം 1, ദൃശ്യം 2 ചെയ്തപ്പോഴായാലും ഏത് സിനിമ ചെയ്താലും അത് അങ്ങനെ തന്നെയാണെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. നേരും അങ്ങനെ തന്നെയാണ്. അത്തരം സിനിമകൾ നിർമ്മിക്കണമെന്നത് തന്റെ ആഗ്രഹമാണ്. സിനിമയിൽ മോഹൻലാൽ സാർ എങ്ങനെ ആയിരിക്കുമെന്നത് തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ താൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹീറോ സിനിമയിൽ ഉണ്ടാകുമെന്ന് തോന്നുമ്പോഴാണ് താൻ സിനിമകൾ നിർമ്മിക്കുന്നതെന്നും അവ താൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയായിരിക്കുമെന്നും ഒപ്പം എന്ന സിനിമ അതിനൊരു ഉദാഹരണമാണെന്നും ആന്റണി പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തുവെന്നും ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർത്തു. പക്ഷെ അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ ചെയ്ത ആറാട്ടും മോൺസ്റ്ററും എലോണും ഒക്കെ എന്തുതരം ഹീറോയിസമാണ് ആന്റണി പെരുമ്പാവൂർ കണ്ടതെന്നാണ് വിമർശകർ ചോദിക്കുന്നത്. അതേസമയം ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ചും രണ്ടുപേരും കൂടി സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റിയുമൊക്കെ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആന്റണിക്ക് ഇഷ്ടമാവാത്ത കഥകൾ തങ്ങൾ ഏറ്റെടുക്കാറില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ നിർമ്മിക്കുന്നതെല്ലാം സ്വന്തം സിനിമകളാണെന്ന് മോഹൻലാൽ പറഞ്ഞു. അതിനൊരു കാര്യവും താരം പറയുന്നുണ്ട്. നമ്മുടെ സൗകര്യത്തിന് സിനിമകൾ ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടത്തിലുള്ള സിനിമകൾ ചെയ്യാമെന്നും ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ നഷ്ടം സഹിച്ചാൽ മതി എന്നതുമാണ് മോഹൻലാൽ പറയുന്നത്. മറ്റുള്ളവരുടെ സൗകര്യത്തിന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകുമെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. ഒരു കഥ കേട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലോ ചെയ്തില്ലെങ്കിലോ അവർക്ക് സങ്കടമാകും. അതുകൊണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നും അങ്ങനെ ചിന്തിച്ചിട്ടും കാര്യമില്ല എന്നും ഒരു സിനിമ സംഭവിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. അതേസമയം ഈ വിമർശനങ്ങൾക്കിടയിലും മോഹൻലാലിന്റെ കരിയറിലെ വളർച്ചയിൽ ആന്റണി പെരുമ്പാവൂർ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന അഭിപ്രായവും ഉണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.